കഴിഞ്ഞ 9 ദിവസങ്ങളായി അകാരണമായി കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു കേസിന്റെ പേരിൽ റിമാൻഡിൽ തടവിൽ കഴിഞ്ഞ 2 സിസ്റ്റേഴ്സിന്, സിസ്റ്റർ പ്രീതിക്കും അതുപോലെ സിസ്റ്റർ വന്ദനയ്ക്കും ജാമ്യം ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തോടൊപ്പം തന്നെയും സിസ്റ്റേഴ്സ് 2 പേരും ഇനിയും ജാമ്യം നൽകിയെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനുകളിലും കയറി ഇറങ്ങേണ്ടുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് മാത്രമല്ല, ഇവരെ അകാരണമായി ഇപ്രകാരം ഈ കേസിൽ കുടുക്കിയ ബജ്രംഗ് ദളിന്റെ വർഗീയ വിഷം ചീറ്റുന്ന, അത് രാഷ്ട്രീയമാകട്ടെ മതപരമാകട്ടെ ഏതു തരം തീവ്രവാദമാണെങ്കിലും എതിർക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെയും ഈ കേസിനാസ്പദമായ സംഭവങ്ങൾ ആൾക്കൂട്ട വിചാരണ നടത്തിയ ബജ്രംഗ് ദളിന്റെ നേതാവായ സ്ത്രീയെയും അതുപോലെ തന്നെ അതിൽ ബന്ധപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നിയമപരമായി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടിയുള്ള കേസുമായി ആ പെൺകുട്ടികള് മുൻപോട്ട് പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ജാമ്യം ലഭിച്ചു എന്നതിൽ സന്തോഷം പങ്കുവെക്കുന്നതോടൊപ്പം തന്നെയും മുൻപോട്ട് കന്യാസ്ത്രീമാർക്ക് മനസ്സമാധാനത്തോടുകൂടെ, ക്രിസ്ത്യൻ മിഷണറിമാർക്ക് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ എമ്പാടും ഇടപെടാനുള്ള അവസരമുണ്ടാകണം. ജ്യോതി ശർമ്മ എന്ന പേരുള്ള ബജ്രംഗ് ദളിന്റെ നേതാവിനെയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആൾക്കൂട്ട വിചാരണ നടത്തിയ എല്ലാ വ്യക്തികൾക്കെതിരെയും കേസെടുത്ത് ശിക്ഷണ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഫാദർ, അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് തന്നെ ഈ കന്യാസ്ത്രീമാർ ജാമ്യം നേടി പുറത്തിറങ്ങുമെന്ന് തന്നെയാണല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്ന് തന്നെ ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ലേ? നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ ജയിൽ സൂപ്രണ്ട് സംസാരിക്കുന്നതായി മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു. 2 മണിയോടുകൂടെ ജാമ്യം ലഭിച്ചതിന്റെ വിധിപ്പകർപ്പ് ജയിലിൽ ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇനി അധികം വൈകാതെ തന്നെയും സിസ്റ്റർമാർ 2 പേരും പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തിൽ കഴിഞ്ഞ 9 ദിവസങ്ങളായി സമൂഹത്തിന്റെ മനസാക്ഷിയെ ഉണർത്തുന്ന തരത്തിലും ഒരു പൊതുവികാരം ഉണർത്തിക്കൊണ്ടുവരാനും നമ്മുടെ മാധ്യമ പ്രവർത്തകർ കാണിച്ച ജാഗ്രതയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാര് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ്. പ്രാർത്ഥനയോടുകൂടെ വലിയൊരു വിശ്വാസി സമൂഹം കാത്തിരിക്കുകയായിരുന്നു ഈ ജാമ്യത്തിന് വേണ്ടി. എല്ലാ വിശ്വാസികളോടും പ്രത്യേകമായി ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും സ്നേഹപൂർവ്വം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഫാദർ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണോ, അതോ എത്രയും പെട്ടെന്ന് ഈ കേസ് അത് അവസാനിപ്പിക്കണമെന്നുള്ളൊരു നിലപാടാണോ നിങ്ങൾക്കൊക്കെ ഉള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ തന്നെയും ഈ കേസ് ഒരു കാരണവശാലും സിസ്റ്റർമാരെ പ്രതികളാക്കിക്കൊണ്ടുള്ള കേസ് നിലനിൽക്കാൻ പാടുള്ളതല്ല. കാരണം ഇത് കെട്ടിച്ചമച്ച കേസാണ്. അതുകൊണ്ട് തന്നെയും ഈ കേസ് ക്വാഷ് ചെയ്യണം, ഇത് അവസാനിപ്പിക്കണം. എങ്കിൽ മാത്രമേ നീതി ലഭിച്ചു എന്ന് പൂർണ്ണമായും പറയാൻ പറ്റുള്ളൂ. ഒപ്പം ജാമ്യം ലഭിച്ചുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെയും ഈ കേസ് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ പൂർണ്ണമായി ആ കന്യാസ്ത്രീമാർക്ക്, ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുന്ന സന്യാസിനിമാർക്ക് സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതോടൊപ്പം തന്നെയും ഇതിനു വേണ്ടിയിട്ട് ഈ സിസ്റ്റേഴ്സിനെ, സന്യാസിനിമാരെ ഇപ്രകാരം അകാരണമായി കേസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ആൾക്കൂട്ട വിചാരണ നടത്തിയ ജ്യോതി ശർമ്മയെയും ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കണം, മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുള്ളതും ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.